ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്ന ഒരു ഔഷധ ചായയാണ് കേട്ടോ, അതായത് ഇഞ്ചി ചായ. അപ്പോൾ നമുക്കറിയാം, മലയാളികളുടെ ഒരു ശീലമാണ് രാവിലെ ഒരു ചായ കുടിക്കുക എന്നുള്ളത്. എന്നാൽ ചില ആളുകൾക്ക് രാവിലെ ചായ കുടിക്കുന്ന സമയത്ത് നെഞ്ചരിച്ചിൽ, അതുപോലെ തന്നെയാണ് ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്കൊക്കെ പരീക്ഷിച്ച് നോക്കാൻ പറ്റിയ നല്ല റെസിപ്പിയാണ് ഇത്. അതായത് ഇഞ്ചി ചായ നമ്മൾ വീട്ടിൽ കൃഷി ചെയ്തുള്ള ഇഞ്ചി ഉപയോഗിച്ചിട്ടാണ് ഇഞ്ചി ചായ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഇത് ഞാനിവിടെ ഗ്രോ ബാഗിൽ കൃഷി ചെയ്തുള്ള ഇഞ്ചിയാണ്. ഒരു 5-6 ഗ്രോ ബാഗിലൊക്കെ ഇതുപോലെ ഇഞ്ചി കൃഷി ചെയ്താൽ നമുക്കൊരു 6 മാസത്തേക്കുള്ള ഇഞ്ചിയൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഇഞ്ചി ചായയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ രാവിലെ തന്നെ നല്ലൊരു ഇഞ്ചി ചായ കുടിച്ചു കഴിഞ്ഞാൽ കഫ സംബന്ധമായ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമായിരിക്കും. അതുപോലെ തന്നെയാണ് നെഞ്ചരിച്ചില്, പൊളിച്ചു തികട്ടല്, പിന്നെ ഗ്യാസിന്റെ പ്രശ്നങ്ങൾ, ഇവയ്ക്കൊക്കെ ഉള്ളൊരു പരിഹാരമാണ് ഇഞ്ചി ചായ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചായ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 ലിറ്റർ വെള്ളം തിളക്കാനായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി കഷ്ണം ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഒരിക്കലും ഇഞ്ചിയുടെ പേസ്റ്റോ അല്ലെങ്കിൽ ഇഞ്ചി നീരോ ചേർത്ത് കൊടുക്കരുത്. അങ്ങനെ ചെയ്താൽ നമ്മുടെ ചായക്ക് ഒരു ചവർപ്പൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ടീ പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 സ്പൂണ് ചായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അളവ് നിങ്ങൾക്ക് സ്ട്രോങ്ങിലെ ചായ ഇഷ്ടമുള്ള ആളുകൾക്കാണെങ്കിൽ പൊടി അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പാലുള്ള ആളുകൾക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. പാൽപ്പൊടിയും പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ പാലിട്ട ചായ ഇഷ്ടമില്ലാത്ത ആളുകളാണ് എങ്കിൽ അവർക്ക് ഇതുപോലെ ഇഞ്ചി ഇട്ട് തിളപ്പിച്ചതിന് ശേഷം അല്പം നാരങ്ങ നീരും അല്പം തേനും കൂടെ ചേർത്തിട്ട് കഴിക്കാം കേട്ടോ, പാൽ ചായ ഇഷ്ടമില്ലാത്ത ആളുകൾക്ക്. ഇനി ഇതൊന്നും കൂടെ തിളച്ച് വരട്ടെ. അപ്പം നമ്മുടെ ചായക്ക് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്, ഇഞ്ചിയുടെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇതുപോലെ രാവിലെ ഒരു ഗ്ലാസ് ഇഞ്ചി ചായ കുടിച്ച് നോക്കുക. വയറിന് നല്ല സുഖമായിരിക്കും, ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം നമ്മുടെ ചായ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം. ഇതിലെ ചായപ്പൊടി അതുപോലെ തന്നെയാണ് ഇഞ്ചി കഷ്ണങ്ങളൊക്കെ നമുക്കൊന്ന് അരിച്ച് മാറ്റാം. പിന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോക്ക് ലൈക്കും കൂടെ കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ രാവിലെ ഒരു ഗ്ലാസ് ഇഞ്ചി ചായ കുടിച്ച് നോക്കുന്നത് എന്തൊക്കെയാണ് മാറ്റങ്ങളെന്ന് അറിയിക്കാൻ മറക്കരുത്.